السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. هدي ميت نور الله أحمد نبي صلى الله أشرف الخلق نبي الله آدرواي رسول الله حسبي ربي جل الله وفي قلبي خير الله نور بدريل يري شاب نبي بيبي آمنة صبي ولد الأميناي والنبي آمنا برسول الله حسبي جل الله نور محمد صلى الله. അൽഹംദുലില്ലാഹ്. ഒരുപാട് ബഹുമാനമുള്ള മഹത്തായ നമ്മുടെ സദസ്സ്, ഒന്ന് അല്ലാഹുവിൻ്റെ പള്ളിയിൽ, അതും അഹ്ലു ബൈത്ത് സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ ഈ മജ്‌ലിസിൽ ബന്ധപ്പെട്ട് ഒരുപാട് ഉമ്മവങ്ങന്മാർ, സഹോദരിമാർ എല്ലാം ഒരുമിച്ചുകൂടി മദ്ഹുകൾ പാടി മൗലിദ് പാരായണം ചെയ്തു. പതിവ് പോലെ എല്ലാ മാസവും നടക്കുന്ന പതിവ് പോലെ ഖുതുബിയത്ത് നടന്നു. ഒന്നരായ ഫഖീദങ്ങൾ ബാബാന്റെ ദുആയും നമുക്ക് ലഭിച്ചു. ഈ ഒരു ബർക്കത്ത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ തോനെ വേറൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. വേറെ പിന്നെ നമുക്ക് എപ്പോഴും പറയേണ്ട സംഗതിയാണ്. പറയണം, നമ്മൾ കേൾക്കണം, പഠിക്കണം, നമ്മുടെ ഖുലൂബൊക്കെ നന്നായി തീരണം, നമ്മൾ രക്ഷപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബഹുമാനങ്ങളും അല്ലാഹു ഏറ്റി ഉയർന്ന സദസ്സായി സദസ്സിനെ അല്ലാഹു ഏറ്റെടുക്കട്ടെ. ഞങ്ങൾ ബാബാന്റെ ഉമ്മാന്റെ ആണ്ടും കൂടി ഈ മാറ്റായ ദിവസം നടക്കുന്നു എന്നറിഞ്ഞപ്പോ അതും വലിയ സന്തോഷം. അല്ലാഹു തആല ആ മഹദിയുടെ ആ ഉമ്മാന്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സലാമത്തിന്റെ അഖിലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇബ്രാഹിം ഖലീലുല്ലാഹ്, മൂസ കലീമുല്ലാഹ്, ഈസ റൂഹുല്ലാഹ്, അന ഹബീബുല്ലാഹ്. മുത്തനബിയെ കുറിച്ച് പറഞ്ഞ ബഹുമാനമാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്, മൂസാ നബി അല്ലാഹുവിന്റെ കലീമാണ്, ഈസാ നബി അല്ലാഹുവിന്റെ റൂഹാണ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പ്രത്യേകമായി റസൂലുള്ളാഹി തന്നെ തങ്ങളെ പ്രകീർത്തിക്കുകയും തങ്ങളുടെ മദ്ഹ് പറയുകയും ചെയ്ത
ഒരു വലിയ ബഹുമാനമുള്ള വിശേഷണമാണ് അല്ലാഹുവിന്റെ ഹബീബ് എന്നത്. ഹബീബ് എന്ന് പറയണമെങ്കിൽ സ്നേഹം രണ്ട് ഭാഗത്തിൽ നിന്നും ഒരുപോലെ ആകുമ്പോഴാണ് ഹബീബ് എന്ന് പറയുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് നമ്മൾ പ്രിയം വെക്കുന്നത്. ഇവിടെ അള്ളാന്റെ ഹബീബ് എന്നാണല്ലോ. അള്ളാഹുവിന് പ്രിയം വെക്കുമ്പോ പ്രിയം നമുക്ക് എന്ത് വേണം? പ്രിയം ഉണ്ടാകണമെങ്കിൽ, മഹബത്ത് ഉണ്ടാകണമെങ്കിൽ നല്ല താല്പര്യം വേണം. താല്പര്യം ഇല്ലാത്തവർക്ക് എന്തുണ്ടാവൂല? മഹബത്ത് ഉണ്ടാകാൻ പണിയാണ്. ഈ താല്പര്യം വർദ്ധിച്ച് ശക്തിപ്പെടുത്തി എന്താകണം? അത് മവദ്ദത്തായി മാറും. സ്നേഹത്തിന്റെ ഉയർന്ന താല്പര്യത്തിൽ നിന്ന് ഉയർന്നാൽ സ്നേഹം എത്തിച്ചേരുന്നത് മവദ്ദത്തിലേക്കാണ്. മവദ്ദത്തും പൂർണ്ണമായാലാണ് സ്നേഹത്തിന് മഹബത്ത് എന്ന് പറയുക. മഹബത്ത് സമ്പൂർണമാകുമ്പോഴാണ് ഹബീബും മഹബൂബും അങ്ങുമിങ്ങും സ്നേഹം എന്ന് പറയപ്പെടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അതുപോലെയായി തീരല്. അപ്പൊ നമ്മളെ സ്നേഹം മഹബത്തിലേക്ക് ഉയരണം. അപ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹിനെ പ്രിയം വെച്ച് അങ്ങനെ അള്ളാഹ് റസൂലും അങ്ങുമിങ്ങും പ്രിയം വെച്ച് ഹബീബും മഹബൂബും ആയെങ്കിൽ നമ്മൾ ആ സ്നേഹം അള്ളാഹ് സ്നേഹിച്ച അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹിന്റെ അടിമ എന്ന നിലക്ക് ഞാനും സ്നേഹിക്കുന്നു എന്ന നിലക്ക് സ്നേഹിക്കുമ്പോ ഞാനും ആ മഹബത്തിലെയും ഒരു കണ്ണിയായി മാറും. അപ്പൊ വലിയ പദവികളും സ്ഥാനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് ആകുമ്പോഴാണ് കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ ഉണ്ടാകുക. അത് ഹബീബിന് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകതയാണ്. അങ്ങനെയാണ് രണ്ടാൾ തമ്മിൽ സ്നേഹിക്കുമ്പോ ഇപ്പൊ ഞാൻ മുത്തറബിയെ പ്രിയം വെക്കുന്നു. ആദ്യം താല്പര്യത്തോടു കൂടി പ്രിയം വെച്ച് തുടങ്ങണം. അതിനാ താല്പര്യത്തിന്റെ അടയാളങ്ങളായി മുത്തുനബി തൃപ്തിപ്പെട്ടതേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇതിന്റെ മാനദണ്ഡം അതാണ്. മഹബത്ത് ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാ പോരാ. പറയുന്നത്, കേൾക്കുന്നത്, ചെയ്യുന്നതും ഒക്കെ ഹബീബ് റസൂലുള്ളാഹി അവിടുന്ന് തൃപ്തിപ്പെട്ട സംഗതി ചെയ്യുമ്പോഴാണ് ആ സ്നേഹം ഉണ്ടോ, ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടോ നോക്കല് അയാളെ ബാഹ്യമായ അടയാളത്തിൽ നിന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, അൽ ഈമാനു ഖൗലുൻ വ ഫീലുൻ. ഈമാൻ എന്നുള്ളത് വാക്കും പ്രവൃത്തിയൊക്കെ ഈമാനാണ്. യസീദു വ യൻഖുസു, അത് ഏറും ചെയ്യും കുറയും ചെയ്യും. അപ്പൊ നമ്മളെ വാക്ക് പ്രവൃത്തിയൊക്കെ ഈമാനാണ്. പറയുന്നത് ഈമാനാണ്, ചെയ്യുന്നത് ഈമാനാണ്. ഞാൻ ഇമാം ബുഖാരിന്റെ കിതാബുൽ ബുഖാരിയിൽ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ആശയമാണ് അത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്ക് ഈമാനാണ്, പ്രവൃത്തി ഈമാനാണ്. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈമാൻ കൂടും ചെയ്യും കുറയും ചെയ്യും. ഈമാനിന് വൈരുദ്ധ്യമായത് പറഞ്ഞാൽ, ഈമാനിന് വൈരുദ്ധ്യമായത് പ്രവർത്തിച്ചാൽ ഈമാൻ കുറയും. ചില വാക്കുകളൊക്കെ പറയുമ്പോ പ്രവൃത്തി നടത്തുമ്പോ ഈമാൻ കൂടും. അപ്പൊ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ പ്രിയം വെക്കുന്നുവെങ്കിൽ പറയുന്ന വാക്കുകൾ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യണം? അത് വർദ്ധിക്കുന്ന നിലവാരത്തിലുള്ളതായി മാറണം. അങ്ങനെ ഞാൻ പ്രവർത്തിച്ച് ആ മുത്തുനബിക്ക് ഒരു തൃപ്തികേടുമില്ലാത്ത രൂപത്തിൽ എന്റെ ജീവിത ശൈലിയായി ഒരു കറാഹത്ത് വരെ സംഭവിക്കാത്തടുത്തെത്തുമ്പോ എന്റെ സ്നേഹം മവദ്ദത്തായി എന്ന് പറയാം. അപ്പോഴേ മവദ്ദത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കറാഹത്ത് വരെ സംഭവിക്കാത്തടത്ത് ഞാൻ എത്തിച്ചേരണം. നമ്മളൊക്കെ കുത്തുബിയ്യത്തിന്റെ ആളുകളാണ്, മാസം തോറും കൂടെ കൂടുന്നവരാണ്, അഹ്ലുബൈത്തിനെയും ആലിമീങ്ങളെയും മുത്താലിമീങ്ങളെയും മഹബത്ത് വെക്കുന്നവരാണ്. നമ്മൾ നല്ല ആലോചിച്ച് ജീവിക്കണം. സ്നേഹത്തിന് മഹബത്ത് നിഫാഖ് എന്ന് പറഞ്ഞ സ്നേഹമുണ്ട്. സ്നേഹത്തിന്റെ പല ഐറ്റം പറഞ്ഞു കൊടുത്ത് മഹാന്മാരെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
മഹബത്തുൽ നിഫാഖ് സ്നേഹം അങ്ങനെ പ്രസംഗിക്കും, പ്രവൃത്തി മഹബൂബിനെതിരെ ചെയ്യുള്ളൂ. ഇതാണ് മഹബത്തുൽ നിഫാഖ്, മുനാഫിഖിന്റെ സ്നേഹം. ഞാൻ വലിയ സ്നേഹമുള്ള ആളാന്ന് പറഞ്ഞു നടക്കും, പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എതിരെ ചെയ്യുള്ളൂ. ഇന്നത്തെ ആധുനിക ലോകം അങ്ങനെയാണോ എന്ന് സംശയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും മഹബൂബിനെ തൃപ്തിയുള്ള നിലക്കായി കറാഹത്ത് വരെ സംഭവിക്കാത്ത അവസ്ഥയിലേക്ക് അല്ലാഹു ആക്കി തരട്ടെ. അപ്പൊ നിങ്ങൾ ഞാനും നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടത് ഓരോ ഹർക്കത്തുകളും ഒരു കറാഹത്ത് വരെ സംഭവിക്കാത്ത രൂപത്തിലേക്ക് ആക്കി കൊണ്ടുവരണം. അപ്പൊ സ്നേഹം അബദ്ധത്താവും. ആ സ്നേഹം അബദ്ധത്തായി മാറുമ്പോ ഒരു കറാഹത്ത് വരെ സംഭവിക്കാത്ത അവസ്ഥ വരുമ്പോ മഹബൂബ് നമ്മളെ കാര്യത്തിൽ ഇങ്ങോട്ട് ഇടപെടാൻ തുടങ്ങും. അതാണ് മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽഅർജുല വസമ്മ മിൻഹു ثم عينا بصيرا أي مثل ذلك في المطالب يرولا. ഒരടിമ സുന്നത്ത് കൊണ്ട് സുന്നത്തെടുത്ത് എല്ലാം സുന്നത്തായി മാറുമ്പോ, പ്രവർത്തനം മുഴുവനും സുന്നത്തായി മാറുമ്പോ, മഹബൂബിന്റെ കൽപ്പനക്ക് വിധേയനായി തീരുമ്പോ അല്ലാഹ് പറഞ്ഞു, ഞാൻ അവന്റെ കയ്യാകും, ഞാൻ അവന്റെ കാലാകും, അവന്റെ അവയവങ്ങൾ മുഴുവനും ഞാനായി തീരുന്നു. അപ്പൊ മഹബൂബ് ഇങ്ങോട്ട് ഇടപെടാൻ തുടങ്ങുകയാണ് എന്നർത്ഥം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴാണ് മഹബത്ത് എന്ന് പറയാം. നമ്മൾ സ്നേഹിക്കുന്ന മഹബൂബ് നമ്മളെ കാര്യത്തിൽ ഇങ്ങോട്ടും കൂടി ഇടപെടാൻ തുടങ്ങണം. അപ്പൊ എന്റെ സ്നേഹം മഹബത്ത് എന്ന് പറയാം. ഞാൻ സാങ്കേതികമായിട്ടുള്ള മഹബത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഭാഷാർത്ഥത്തിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലാഹു ആ മഹബത്തിലേക്ക് നമ്മൾ ഉയർത്തി തരട്ടെ. അതുകൊണ്ട് കരിങ്കപ്പാറ ഉസ്താദിനെ പോലത്തെ മുഹഖിഖീങ്ങളൊക്കെ മുത്തുനബിനെ കുറിച്ച് ഹബീബീന്ന് വരെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് കൊണ്ടൂർ ഉസ്താദ് പറയാറുണ്ട്. ഹബീബീന്ന് ഉപയോഗിക്കരുത്, ഹബീബുല്ലാന്ന് തന്നെ പറയണം. മുത്തുനബിന്റെ സ്ഥാനാകണമെങ്കിൽ എങ്ങനെ തന്നെ പറയണം, യാ ഹബീബല്ലാന്ന് തന്നെ പറയണം, യാ ഹബീബീന്ന് പറയരുത്. കൊണ്ടൂർ ഉസ്താദ് അഷ്റഖിൽ ആ ബൈത്ത് തന്നെ അല്ലേ, യാ ഹബീബി ആ വരി തന്നെ ചെല്ലില്ല, ആ വരി തന്നെ ചെല്ലൂല. എന്റെ ഷെയ്ഖ് എന്റെ ഉസ്താദിനോട് പറഞ്ഞത് അത് അദബിനെതിരാണ്. യാ ഹബീബി യാ മുഹമ്മദ് എന്ന് തീരെ പറയാൻ പറ്റൂല, ഒരിക്കലും പറഞ്ഞു പോകരുത് എന്നാണ്. അപ്പൊ ഞാനൊരിക്കൽ ഇങ്ങനെ ഉസ്താദിനോട് ചില തഹ്വീലാത്തുകൾ പറഞ്ഞു, മഹാന്മാര് പറഞ്ഞ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അതൊക്കെ ഒരു ന്യായം മാത്രമാണ് കുട്ടി, നിങ്ങളോട് നിങ്ങളെ ചെയ്തിട്ട്. ഞാൻ പിന്നെ അവിടെ ഒരു പദം മാറ്റി കൊടുത്തിട്ടുണ്ട്, യാ ഹബീബി യാ മുഹമ്മദ് ഞാൻ ചെല്ലലില്ല, എന്നോട് അങ്ങനെ ചെല്ലലില്ല ഖാസാക്കി പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലും, യാ ഹബീബല്ലാഹിൽ ഫർദി യാ അറൂസൽ ഖാഫിഖൈനി എന്നിട്ട് ആ വരി പൂർത്തിയാക്കി. ഹബീബല്ലാന്ന് തന്നെ പറയണം, ഹബീബ് റബ്ബുൽ ആലമീൻ. മുത്തുനബിന്റെ സ്ഥാനാകണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കണം. നമ്മൾ നിഫാഖിന്റെ മഹബത്ത് നമുക്കുള്ളത് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, സലാമത്താകട്ടെ. അപ്പൊ നമ്മളെ വാക്ക് പ്രവൃത്തി മെഹബൂബിന് എതിരാവാതെ 100% സുന്നത്താക്കി മാറ്റുമ്പോ മെഹബൂബ് നമ്മളെ കാര്യത്തിൽ ഇടപെടും. അപ്പോൾ ആ ഇടപെടലാണ് കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചെന്നാരെ കൂശാരെ കൂവി പറപ്പിച്ചു വിട്ടോളൂ. അത് ആ മഹബത്തിൽ മെഹബൂബ് ഇങ്ങോട്ട് ഇടപെട്ടതാണ്. നാവുകൊണ്ട് പറക്കെന്ന് പറഞ്ഞപ്പോ പോയാണ്ട് പറഞ്ഞു, പറപ്പിച്ചതല്ലേ, പറഞ്ഞത് ശൈഖാണെങ്കിലും പറപ്പിച്ചതാരാ? അപ്പൊ മെഹബൂബ് ഇടപെട്ടു. അങ്ങനെ ചില മഹാന്മാരൊക്കെ പരണിയിൽ മെഹബൂബ് ഇടപെട്ടു. നിങ്ങൾ കിതാബിലുള്ള ശരികൊള്ളി അത് മഹാന്മാര് പാടിയതാണല്ലോ. അത് ഈ ഇഷ്കിന്റെ ആലില് നിയമം മറന്ന് പാടും അയിപ്പെട്ടതാണ്. ഇഷ്കിട്ട് വന്നാല് ഇപ്പൊ ഞാൻ വന്നപ്പോ ഇവിടെ അഷ്റഖിന്റെ ഒരു ഇഷ്കാണ്. ഞാൻ വന്നതേ ആരും കണ്ടിട്ടില്ല, കണ്ണടിച്ച് ചെല്ലിയല്ലായിരുന്നു. അതൊരു ഇഷ്കാണ്. ഈ ഇഷ്കിന്റെ ആലത്തിൽ നിയമം മറന്നു പാടും, ചിലപ്പോ നിയമം മറന്നു പാടും.
അതിൽപ്പെട്ടതാണ് അതൊക്കെ. അപ്പൊ നിയമം മറന്നുപോകില്ല ഇഷ്കില്. അപ്പൊ അങ്ങനത്തെ വരികളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാടി എന്നൊക്കെ നമുക്ക് പാടാം എന്നാണെങ്കിലും കൊണ്ടൂർ ഉസ്താദിനെ പോലുള്ള വലിയ മർത്തബുള്ള ആളുകൾ നാവിലാണ് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അവിടെ എന്ത് കൂട്ടിയാൽ മതി, യാ ഹബീബി യാ മുഹമ്മദിന് പകരം യാ ഹബീബല്ലാഹിൽ ഫർദി. യാ ഹബീബല്ലാഹിൽ ഫർദി യാ റൂസൽ ഖാഫിഖീനി യാ മുഅയ്യദ് യാ മുമജ്ജദ്. നമ്മള് ആരെങ്കിലും യാ ഹബീബി എന്ന് ചൊല്ലുന്നത് വിമർശിക്കണ്ട, അവർക്ക് നമ്മൾ എത്തട്ടെ. അപ്പൊ നമുക്ക് പറയാം ആ മർത്തബയിൽ നമ്മൾ എത്തുമ്പോ നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ ഉണ്ടല്ലോ, റസൂലുള്ളാഹിനെ കണ്ട ആളാണ്, ഉണർവിൽ കണ്ട ആളാണ് മൂപ്പര്. ഒരു വെറും പറഞ്ഞെടുക്കണ ആളൊന്നല്ല, ഉണർവിൽ. അത് മൂപ്പര് പാട്ടിലുണ്ടല്ലോ, അത്ഭുതം കണ്ടു ഞങ്ങള് സന്തോഷത്തോടെ അമീനായ മുത്ത് ആവേശത്തോടെ. അത്ഭുതം കണ്ടു ഞങ്ങള് സന്തോഷത്തോടെ അമീനായ മുത്ത് ആവേശത്തോടെ. 1966 ഹജ്ജിന് പോയപ്പോ നേരിട്ട് കണ്ടു ഹബീബ് റസൂലുള്ളാഹി. അത് ഹബീബും മഹബൂബും കൂടി മഹബത്തിൽ ഒക്കുമ്പോ ഹബീബിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉറക്കത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ. നമ്മൾ ഉറങ്ങാൻ കിടക്കണ മൊബൈൽ നോക്കിയിട്ട് പിന്നെ മഹബത്ത ഉറങ്ങാൻ കിടക്കലേ ഇന്നക്കോട്ടുകൾ വേല അറിയിച്ചാൽ ഇന്ന് അടുത്തൊല്ലങ്ങൾ എന്നെ വിളിച്ചൂല. ഉറങ്ങാൻ കിടക്കണ ഈ കട്ടകാലം നോക്കിക്കണ്ട. ഇപ്പൊ അങ്ങനെയാണല്ലോ, ജനറൽ ലൈറ്റ് ഓഫായാലും മുഖം ഇങ്ങനെ പ്രകാശിക്കും, എല്ലാരും മുഖം പ്രകാശിക്കും. ഗൾഫിലൊക്കെ എനിക്ക് കാണത് ആകെയുള്ള മൊത്തത്തിലുള്ള ലൈറ്റ് ഓഫായാലും എല്ലാവരും മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോ അള്ള പഠിച്ച നരമ്പിന്റെ പുറമെ ഒരു നരമ്പുണ്ടോ, ആർക്കും ശല്യം. അങ്ങനെ എന്ത് മഹബത്ത്, അങ്ങനെയല്ലല്ലോ ഉറങ്ങാൻ പറഞ്ഞത്. ഇപ്പൊ ചൂരൽമല പൊട്ടി നേരം കൊടുത്തു നോക്കുമ്പോ മലയില്ല, പെരയില്ല, ഒന്നുമില്ല, ഒരു സംഗതിയില്ല. അല്ല വിസ്വാക്ക് ചെയ്ത് ഒന്നുണ്ടാക്കി ഫാത്തിഹ ഓതി, ഖുൽഹു ഓതി, ഫലഖ് ഓതി, നാസ് തസ്ബീഹും തഹ്ലീലൊക്കെ ചൊല്ലി ഉറങ്ങിയവരുണ്ടാവും. ഒരാളൊക്കെ മരിച്ചു. മൊബൈലിങ്ങനെ നോക്കി കാണാൻ പാടില്ലാത്ത ഹറാമുകളൊക്കെ കണ്ട് കുറെ ആണ്ട് കണ്ട് പിന്നാണ്ടിടും, കിടന്ന് പണി മരിച്ചു ചെയ്തു. രാത്രി ഉറക്കത്തിൽ ആ മണ്ണ് കൂടി പോയപ്പോ അങ്ങനെ മരിച്ചുണ്ടാവും. അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ അങ്ങനെ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. അങ്ങനൊന്നും അന്തി ഉറങ്ങരുത്. നേരം മുടക്കുന്നു നമുക്ക് കണ്ടീഷനൊന്നുമില്ല. അപ്പൊ ഹബീബും മഹബൂബും കൂടിയുള്ള ഒരു മഹബത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ചുരുക്കി പറഞ്ഞപ്പോ അങ്ങനെ മനസ്സിലാക്കാൻ ഇതൊരു ഹബീബും മഹബൂബും ഒക്കെ ഉണ്ട്. ആ മഹബൂബിനെ പ്രിയം വെക്കുന്ന, ആ പ്രിയം വർദ്ധിപ്പിക്കുന്ന പ്രപഞ്ചത്തിലാണ് ആരുള്ളത്? നമ്മളുള്ളത്. ഓരോ ചലനങ്ങളും മെഹബൂബിനോടുള്ള സ്നേഹം. കാലെടുത്ത് വലത്തേത് മുന്തിക്കണ്ടോടത്ത് ഏത് മുന്തിക്കണം, വലത്ത് മുന്തിക്കണം, അടുത്തത് മുന്തിക്കണ്ടോടത്ത് എന്ത് ചെയ്യണം, എടുത്ത് മുന്തിക്കണം. എല്ലാറ്റിനും തുപ്പുന്നോട് ചടക്കാൻ എന്തുണ്ട്, നിയമമുണ്ട്. മുന്നേക്ക് തുപ്പരുത്, വലത്ത് തുപ്പണം, ഇടത് ഭാഗത്തേക്ക് തുപ്പണം. മറക്കിരിക്കാൻ ഏത് കാലം ചാരി ഒക്കെ നിയമല്ലേ. എല്ലായിടത്തും മെഹബൂബിനെ പ്രിയം വെക്കാണ്ട്. മെഹബൂബിനെ പ്രിയം വെക്കലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജീവിതം ഇവിടെ അവസാനിക്കും. കുറഞ്ഞ ടൈമേ ഇനി ഉള്ളൂ. ഞാനൊക്കെ ഇപ്പൊ ജീവിച്ച്, നമ്മളൊക്കെ ഇപ്പം ജീവിച്ച് എത്ര ജീവിക്കാം? എനിക്കൊക്കെ വയസ്സ് 63 കഴിഞ്ഞു. നീ എപ്പോഴും നമ്മൾ റെഡിയായി ഇരിക്കേണ്ട സമയമായല്ലോ. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കട്ടെ, ആഫിയത്തിന് അള്ളാഹു നൽകട്ടെ. വയസ്സ് കൂടിച്ചിട്ട് അള്ളാഹ് ആഫിയത്ത് തരാം.
ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. വലുതറിയാനും ക്ലാസ് എടുക്കാനും എല്ലാറ്റിനും ആഫിയത്ത് അല്ലാഹു തന്നോട്ടെ. ആഫിയത്തില്ലാതെ തരംകെട്ട ജീവിതം അല്ല തരാതെ ഇരിക്കട്ടെ. നമ്മൾ ദ്വായിലേക്ക് പ്രവേശിക്കുക. അപ്പൊ മെഹബൂബിനെ നമ്മൾ എപ്പോഴും ഇഷ്ടം വെക്കുക, മെഹബൂബിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, മെഹബൂബിനോട് നമ്മൾ സ്നേഹം ഉണ്ടാക്കുക. അങ്ങനെ താല്പര്യത്തിൽ നിന്ന് തുടങ്ങി സ്നേഹം അബദ്ധത്താവുമ്പോൾ കരാത്ത് വരെ ഉണ്ടാവൂല. ആ സമയത്ത് ഹബീബ് ഇങ്ങോട്ട് പിടിപ്പെടുമ്പോ എന്റെ പ്രവർത്തനത്തിലൊക്കെ ഏത് പ്രകടമാകാൻ തുടങ്ങുമോ വൈദ്യശേഖ കാട്ടിയായിരിക്കും മടവൂര് മൂപ്പര് നാവുകൊണ്ട് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും. ഞാൻ നെയ്വേദന ഉണ്ടായപ്പോ ചെന്നു കോഴിക്കോട് ചെന്നു. അപ്പൊ അങ്ങനെ ചെന്ന് സലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്നെങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുറത്തു കൂടി കൈയിട്ടൊക്കെ ഒന്ന് കുടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഓക്കെ ഉസ്താദിന്റെ ദർസിൽ ഓതുകയാണ്. എനിക്ക് എപ്പോഴും ഒരു നെഞ്ഞിനൊരു വേദനയുണ്ട്. അപ്പൊ ഒറ്റ വാക്കാം, താലിമീങ്ങൾക്ക് നെഞ്ഞു വേദന വേണ്ട എന്ന് വരേണ്ടിട്ടില്ല. ആ വേദന അന്ന് മാറിയതാ. അത് ഹബീബും മെഹബൂബും ഒന്നാവുമ്പോ മെഹബൂബ് എന്ത് ചെയ്യും? ഹബീബിന്റെ വിഷയത്തിലൊന്നും എന്ത് ചെയ്യും? ഇടപെടും. അങ്ങനെ കൂട്ടിയാൽ മതി. അതായത് ആ റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ എത്തണം. അങ്ങനെ നമ്മൾ എത്തി ഞാൻ എന്റെ മെഹബൂബിനെ പ്രിയം വെച്ച് ഞാൻ എന്നെ മറന്ന് പ്രിയം വെക്കും. പിന്നെ ഞാൻ ആരെ മറക്കും? സ്വയം മറക്കും. പിന്നെ പട്ടിണി എടുക്കും, തിന്നാൻ മറക്കും, കുടിക്കാൻ മറക്കും, ഉറങ്ങാൻ മറക്കും. അങ്ങനത്തെ ഒരു ആര് വരെ അതിനാണ് ഇഷ്ക് അറിയാം. എന്താ പറയാ? ഇഷ്ക്. സ്വന്തം നഫ്സിനെ മറന്നിട്ട് മെഹബൂബിനെ പ്രിയം വെക്കുന്ന അവസ്ഥക്കാണ് എന്ത് പറയാ? ഇഷ്ക്. ആശിഖുർ റസൂൽ എന്താ പറയല്ല. സ്വന്തം നഫ്സിനെ മറന്നിട്ട് ആരും പ്രിയം വെക്കുക, മെഹബൂബിനെ പ്രിയം വെക്കുക. അതിനാണ് എന്ത് പറയാ? ഇഷ്ക് എന്ന് പറയാ. ആ ഇഷ്കിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോ പിന്നെ ചിലപ്പോ മെഹബൂബിനെ മറന്നു പോകും, ചിലപ്പോ ആരെയും മറന്നു പോകും. ഇപ്പൊ ഞാന് കൊണ്ടൂർ ഉസ്താദിന്റെ ഞാനും കൂടി ഒരിക്കൽ ഞങ്ങളുണ്ടാകും. നമുക്കൊരു വ്യക്തിപരമായ ഉദാഹരണമുള്ള പറയാനുണ്ടാവില്ല. മദീനത്ത് റൂമൊക്കെ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഓരോന്ന്. നമുക്ക് ആ ചോദ്യം കേട്ടപ്പോ മനസ്സിലായി കൊടുക്കാണ് പോണത്. എന്നാ ഒന്നുണ്ടാക്കിയ ഞങ്ങൾ ഒന്നൊക്കെ ഉണ്ടാക്കി തുണിയൊക്കെ മാറ്റി ഞങ്ങൾ രണ്ടാം കൂടി ഇറങ്ങി. ഉച്ചയ്ക്ക് അജിമാരൊക്കെ റെസ്റ്റ് എടുക്കുക, പതുക്കെ നടന്നാൽ മതിയിട്ട് അറിഞ്ഞു എന്താ ഇഷ്ക്. ഞമ്മക്കൊന്നും അങ്ങനെ കാട്ടി. നമ്മൾ മദീനത്തിൽ എന്നാല് ചെരുപ്പിട്ട് കാണാണ്ട് കിട്ടും വണ്ടി അല്ലേ? അതിന്റെ അടിയിൽ കൂടി പിന്നെ രണ്ടെട്ട വാണ്ടി ചെന്ന് കണ്ട് സ്നേഹിതന്മാർക്ക് പറഞ്ഞ രണ്ടെട്ട സലാമൊക്കെ പറഞ്ഞു കണ്ട് പിന്നെ കാരൊക്കെ വാങ്ങുന്ന തിരക്കിൽ ഈ കാര്യം നമ്മുടെ നാട്ടിൽ വരാൻ നമ്മളൊക്കെ പോയാലും അങ്ങനെ ഉസ്താദിന്റെ യാതൊരു ആരോഗ്യ ഉസ്താദ് അങ്ങനെ എപ്പോഴും ആ ചിന്തയിക്കാരം. അങ്ങനെ ഞങ്ങൾ പതുക്കെ മദീനത്ത് റൗള ശരീഫിന്റെ മസ്ജിദ് നബവിയിലെത്തി. ബാബുസലാമ കൂടി കടന്ന് എന്നോട് പറഞ്ഞു ആരും തിരക്കണ്ട അറിഞ്ഞു. പതുക്കെ അങ്ങനെ നീങ്ങി അങ്ങനെ റൗളന്റെ മുമ്പിലെത്തി. റൗളയിൽ നിന്ന് പുറത്തേക്ക് ജനങ്ങളെ പുറത്ത് വിടുന്ന ഡോറുണ്ട്. അതിന്റെ അടുത്ത് എന്നാ പോലീസുകാരെ പുറത്തേക്ക് ഇങ്ങനെ വിടാൻ കയറ്റൂല. അതിന്റെ അടുത്ത് നിങ്ങൾ ഉസ്താദ് ഇങ്ങനെ ആക്കി പോലീസിനോട്ട്. അപ്പൊ ആ ആക്കല് കണ്ടാട്ട് തന്നെ ഉസ്താദ് പോലീസുകാരെ ഉള്ളുകാട് കയറ്റി. അപ്പൊ ഞാനും ഒപ്പം കയറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഒപ്പം കൂടി നമ്മളും കിടക്കും സ്വർഗത്തിൽ. എന്ത് ചെയ്ത് അല്ല അങ്ങനെ സംഗതി ഉണ്ടല്ലോ. അല്ല അപ്പൊ ഞാൻ സ്വന്തം ചെന്ന് എന്നോട് പുറത്താക്കും. ഞാൻ സ്വന്തം ചെന്ന് എന്നെ പുറത്താക്കൂലേ? അങ്ങനെ കടന്ന് തിരക്കണ്ടറിഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നു. ആ സൊഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സ്കരിച്ചു ഇങ്ങനെ തുടിച്ച് നിങ്ങൾ ആദ്യമയത്തൊന്ന് പാടി തീരുവേ. ആദ്യമയത്തൊന്ന് എനിക്കും തന്നെ അവിടെ ഒരു ഇജാസത്ത് കിട്ടിയില്ലേ. ഓർക്കാൻ അവിടോട്ട് പാടാൻ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു പാടി കൊടുത്തു. ആദിയമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അഷ്റഫുൽ ഖൽഖി നബിയുല്ലാഹ് ആദരവായ റസൂലുള്ളാഹ് ബദറിലും ഏറിയ ശാബ നബി ബീവി ആമിന തന്റെ സബി വലതുല്ലമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ്. പതുക്കെ രണ്ടുപേരും പാടി കൊടുത്തുള്ള പൊട്ടിക്കരച്ചില്ല.
നിയമം മറന്നോ? മെഹബൂബിന്റെ മുമ്പിൽ ശബ്ദം ഉയർത്തരുതെന്ന നിയമം. പക്ഷെ ഈ 2 വരി തന്റെ കാതിലേക്ക് അലയടിച്ചപ്പോ മെഹബൂബിനെ ആര് മറന്നു? അപ്പോഴല്ലേ, അതുകൊണ്ടല്ലേ ഒച്ച പൊന്തിയാലും പൊന്തുവോ? തീരെ പതുക്കെ നടക്കുന്ന ആള്, പതുക്കെ വർത്താനം പറയുന്ന ആള്, നമ്മളോട് സൂക്ഷിക്കാൻ പറയുന്ന ആള് ഈ 2 വരിയാണ് കേട്ടപ്പോ ഒച്ചത്തിലാണ് അട്ടഹസിച്ച് അല്ലാന്നും പറഞ്ഞിട്ടൊരു ഒറ്റ കരച്ചിലാണ്. നിയമം മറന്നില്ല, മെഹബൂബിനെ മറന്നില്ല. അവിടെ മെഹബൂബിനെ ഓർമ്മ ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തോ? ഇതിനാണ് ജദ്ബ് എന്ന് പറയാ. മെഹബൂബിനെ മറക്കണ ആലിന് എന്ത് പറയാ? ജദ്ബ് എന്ന് പറയാ. ജദ്ബ് അഭിനയിക്കണ്ട, ജദ്ബ് ആവുമ്പോ ആയിക്കോട്ടെ, ജദ്ബ് ആവുമ്പോഴേ ആയിക്കോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജദ്ബിന് 2 മർത്തബുണ്ട്. ജമ്മിന്റെ മഖാമ്, ഫർഖിന്റെ ജുദും മൻജാദൽ വജൂദഹു ജുദഹു ജാദൽ ജവാ ജമ്മ ഫർഖൻ ബൈദ ജമ്മിൽ ജംനിരി ജാലി ജാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂൽ അസ്സലാത്തു ഇപ്പൊ കൊണ്ടൂർ ഉസ്താദ് ശബ്ദം ഉയർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് ഈ 2 വരി കാതിലേക്ക് അലയടിച്ചപ്പോ ശബ്ദം ഉയർന്നുപോയി. ഇതിന് ജദ്ബ് എന്ന് പറയും. എന്ന് പറയും ജദ്ബിന്റെ ഇങ്ങനെ. ഇതൊക്കെ മഹാന്മാര് ശരിക്കും ഇങ്ങനെ കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നിഫാഖിന്റെ സ്നേഹം ഒഴിവാക്കിയിട്ട് ഷഫഖത്തിന്റെ സ്നേഹം, സ്നേഹത്തിന് 2-3-4 ഐറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തിന്റെ മഹബത്ത്, ഷഫഖത്തിന്റെ മഹബത്ത്, അതിൽ തബഈയുണ്ട്, ശറഈയുണ്ട്, പലരും മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു മെഹബൂബുണ്ട്. ആരുണ്ടെങ്കിൽ ആരുണ്ട്? ഹബീബ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ. ആ മഹബത്താവണം നമ്മുടെ ജീവിതത്തിന്റെ റൂട്ട്. അതുകൊണ്ട് അതിനൊക്കെയുള്ള മാർഗം തന്ന ഏത് വഴിയിലാണ്ട് ഇറങ്ങുമ്പോഴും, ഏത് സ്റ്റെപ്പാണ്ട് കിടക്കുമ്പോഴും, എത്ര വലിയ പ്രയാസങ്ങളോട് എത്തിച്ചേരുമ്പോഴും മുത്തുനബിനെ എങ്ങനെ ഒപ്പം കൊണ്ടെടുക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ അതാണ് ചൊല്ലിയിട്ടാണ് നടന്നു നോക്കൊണ്ട് ഏത് വിഷയത്തിനും കൂടെ പോയി നോക്കൊണ്ട് അതിൽ നമ്മൾ കാണാത്തൊരു ഫത്ഹ് ഉണ്ടാവും, കാണാത്തൊരു വിജയം ഉണ്ടാവും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് اللهم صل على سيدنا محمد وقل رب زدني وقل ربي أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وفي سورة الكريم. അവിടെ നമ്മൾ കാണാത്തൊരു സഹായം ഉണ്ടാവും, പ്രതീക്ഷിക്കാത്തൊരു ഏർപ്പാടുണ്ടാവും. അതിന് നമ്മൾ മുത്തനബിനേറ്റ് മുറാഖബ വേണം. ഓൽക്കത് മറക്കാതെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാഹു തആല നമ്മുടെ സ്നേഹം എപ്പോഴും ഹബീബ് നബി തങ്ങളോട് സലാം പറയും. വീട്ടുകാട് കയറി ചെല്ലുമ്പോൾ ആരുമില്ല അവിടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മളൊക്കെ വീട് കൂടി ഇരിക്കുമ്പോൾ വായിൽ തുറന്ന് കിടക്കുമ്പോൾ അതല്ലേ ബിസ്മി എന്തൊക്കെ ചൊല്ലിക്കാണ്ട് വായിൽ തുറന്നാൽ അവിടെ കിടക്കുമ്പോൾ ഏത് പറഞ്ഞിട്ടാ കിടക്കുക? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടെ മുത്തുനബി ഉണ്ടാവും. മുത്തുനബി ഉൾപ്പെടുത്തി എല്ലാ ഉലിയാക്കളും ആരിഫ്യങ്ങളും നമ്മൾ ആ സലാമിന് സലാം അടക്കണം. അയച്ചില്ല അതിൽ നമ്മൾ സലാം അടക്കി കിട്ടിയാൽ
അല്ലാഹു തആലയുടെ സ്നേഹം, ആ മെഹബൂബിനോടുള്ള സ്നേഹം ഖൽബിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, അല്ലാഹു ശക്തിയാക്കി തരട്ടെ. ആ മെഹബൂബിനെ എത്ര നമ്മൾ സ്ഥാനം വെക്കുന്നുവോ അത്ര റബ്ബിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം അങ്ങനെ കൂടി വരും. എൻ്റെ ഹബീബിന് കറാമത്ത് എന്നൊക്കെ പറഞ്ഞ അതാണ്. ഹബീബിന്റെ നൂറിനെ പരമാവധി നമ്മൾ സ്ഥാപിക്കണം. അതെന്റെ കൽബിലുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ വല്ലാഹുരയിൽ നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. അവിടെ പിന്നെ വേറെ വിളക്ക് വേണ്ട. എൻ്റെ വീട്ടിൽ നബി തങ്ങളുണ്ടെങ്കിൽ വേറെ വിളക്ക് വേണ്ട. ഓസുല്ലാദമിന്റെ ഷെയ്ഖായ അബൂബക്കറിന് ശിബിലി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോ ഒപ്പമുള്ളവർ ദിക്ർ എല്ലി കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുത്തു. ദിക്ർ എല്ലി കൊടുത്തപ്പോ മൂപ്പര് മറുപടി ദിക്റല്ല എഴുതിയത്, മൂപ്പര് മറുപടി എഴുത്തിയല്ലേ ഇത്. ഏത് മൂപ്പര് എല്ലാം എത്താണ്. ഇന്നാ ബൈതൻ അന്ത സാകിനുഹു വയറൂ മുഹ്താജിനില സുറുജി. അവിടെ വയറൂ എന്നാണ് രണ്ടുപേരർത്ഥം തന്നെ. ഈസ പറഞ്ഞാലും പറഞ്ഞു മനസ്സിലായ എന്താ ഇതിന്റെ അർത്ഥം? ദിക്ർ എല്ലി കൊടുക്കുമ്പോ അതാ ചെല്ലല്. അതിന്റെ അർത്ഥം എന്താ? വല്ല ഹൃദയത്തിൽ നബിതങ്ങളെ നൂറുണ്ടെങ്കിൽ വേറെ ഒരാളെ ദിക്ർ ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല, നമ്മൾ ചൊല്ലിക്കോളും എന്നാണ് പറഞ്ഞത്. ഞാൻ ചൊല്ലുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഏതൊരു ഹൃദയത്തിലും മുത്തുനബിന്റെ നൂറുണ്ടെങ്കിൽ അവിടെ ആര് ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല, വേറെ ഒരാൾ ദിക്ർ ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ. അത് മദീന. അതുകൊണ്ട് കുട്ടികളെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. നമുക്കും അങ്ങനൊക്കെ ചെല്ലാനുള്ള തൗഫീഖ് തരട്ടെ. അതൊക്കെ നല്ലവരായിരം വട്ടമൊക്കെ ചെല്ലയില്ല. അങ്ങനെ മെഹബൂബിനെ എല്ലാ അർത്ഥത്തിലും പ്രിയം വെക്കാൻ മങ്കൂസുന്റെ ഓരോ വരികൾ ചൊല്ലിയാൽ മതി. നിങ്ങൾക്ക് മദീനത്ത് പോകാൻ പോലില്ല എന്നാ ചെല്ലണം. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖർ. അത് ഒരൊറ്റൊന്നും ചൊല്ലിയാൽ പോരാ, പിന്നെയും ചെല്ലണം. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലി റൂഹി വൽ ഖർജി. അപ്പൊ നമ്മളെത്തും മദീനത്ത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ അത്ര കറാമത്തുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദിലെ ഓരോ വരികളും. അതുകൊണ്ട് ഈ ഇവിടെ നടക്കുന്ന ഖുതുബിയ്യത്തും മജ്‌ലിസ് ഇതൊക്കെ ഇഷ്ക്, സ്നേഹത്തിന്റെ അടയാളം പറഞ്ഞല്ലോ. മെഹബൂബിന്റെ കൽപ്പന വാക്കും പ്രവൃത്തി ഈമാൻ കൂടാനുള്ളത് മാത്രം ചെയ്യാം, അതിന് എതിരുള്ളത് ചെയ്യരുത്. എതിരുള്ളതൊക്കെ ജീവിതത്തിൽ മാറ്റി നിർത്തുക. അങ്ങനെ പോയി ഒരു ഖറാത്ത് വരെ ചെയ്യാത്തോടത്തെത്തുമ്പോ സ്നേഹയോടെത്തും, മവദ്ദത്തിലെത്തും. അപ്പൊ മെഹബൂബ് ആരെ കാര്യത്തിൽ ഇങ്ങോട്ട്, ഹബീബിന്റെ കാര്യത്തിൽ ഇങ്ങോട്ടൊന്ന് ഇടപെടാൻ തുടങ്ങും. അപ്പൊ മഹബത്താവും. അതിലാണ് നാവിന് അസറും തീർച്ചയും, നാവിന് വലിയ ഫലവും ഒക്കെ പ്രകടമാകാൻ ഈ മഹബത്തിന്റെ സന്ദർഭത്തിലാണ്. അല്ലാഹു നമുക്ക് മഹബത്ത് നൽകട്ടെ. മഹബത്തിലേക്ക് നമ്മളെ സ്നേഹത്തിനെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരട്ടെ. അതിന് ഇപ്പൊ നമ്മളെ റബീഉൽ അവ്വൽ വരുമ്പോ ഒരുമിച്ച് കൂടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ നല്ല പുതിയ വസ്ത്രം ധരിക്കുന്നു. ഇന്നിപ്പോ ഇവിടെ ഭക്ഷണം കണ്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, റാഹത്തിലാക്കുമാറാകട്ടെ. ഞാൻ നീട്ടി കൂടുതൽ പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞാൽ തീരാത്ത വലിയ വിഷയമാണ് മുത്ത് റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ പേരെങ്ങനെ മുഹമ്മദ്. മുഹമ്മദിലെ മീമിനെ കുറിച്ച് മുൽക്കിന്റെ മീമ് എന്നാണ്, ഹായ് റഹ്മത്തിന്റെ ഹായ് എന്നാണ്, ദാല് ദവാമിന്റെ ദാല് എന്നാണ്. ഇത് വ്യാഴാഴ്ചത്തെ ദലായിലുൽ ഖൈറാത്ത് സ്വലാത്തില്ലേ ഒക്കെ കയ്യിലുണ്ടാവും. ഹായ് റഹ്മത്തി മീമയിൽ മുൽക്കി ദാലി ദവാം എന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ അധികാരത്തിൽ നിന്നും വന്ന റഹ്മത്ത്. ആദ്യം മീമല്ലേ, അള്ളാന്റെ മുൽക്കിൽ നിന്ന് വന്ന മുൽക്കിന്റെ
റഹ്മത്തിന്റെ അപ്പൊ അള്ളാന്റെ അധികാരത്തിൽ നിന്ന് വന്ന റഹ്മത്ത്. പിന്നെ ശ്രദ്ധയുള്ള വിമല്ലേ അല്ലേ? ശക്തിയായ അധികാരത്തിൽ ആ തങ്ങൾ അധികാരാണ് ഇവിടെ. ഒരു വ്യക്തി സ്വർഗത്തിൽ കണ്ട് പോകണമെന്ന് തങ്ങളോട് പറഞ്ഞാൽ മതി. അത് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആൻ ഖിയാമത്ത് വരെയുള്ള സംഗതിയാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞത്. അത് ലോകാവസാനം വരെയൊക്കെയുള്ളതാണ്, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിലെ തങ്ങൾ ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ 10 ആളുകളോട് സ്വർഗത്തിലാന്ന് പറഞ്ഞപ്പോൾ 10 ആള് സ്വർഗത്തിൽ നമ്മൾ വിശ്വസിക്കണില്ലേ? 10 അവർ 10 ആള് സ്വർഗത്തിലാണ്. തങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരം അല്ല കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്വർഗത്തിലാന്ന് പറയാൻ അധികാരം ആർക്കുണ്ട്? നീ ശാസ്ത്രത്തെ നോക്കിയിട്ട് മദീനത്ത് നിന്ന് തങ്ങൾക്ക് പറയാം അവർ സ്വർഗത്തിലാന്ന് പറയാനുള്ള അധികാരം എവിടെ ഉണ്ട്? അത് നമ്മൾ മഹബത്ത് വെച്ച് മഹബൂബ് ഇങ്ങോട്ട് ഇടപെടുന്ന ശൈലിയിൽ നമ്മളെത്തണം. അപ്പൊ തങ്ങൾ നമ്മളെ വിളിച്ച് പറയും. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നേരം വൈകി വന്നിട്ടുള്ളൂ. നമ്മുടെ സമതുല്യരാ അമ്മാക്കള്ള പുറത്ത് കൊടുക്കട്ടെ, അവർ സ്വർഗാട്ടെ, കാഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ഒരു മൗലൂദൊന്നും നടത്തിയില്ലേ? അവിടെ വലിയ മൗലൂദൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്നെ വിളിച്ചാൽ ചേട്ടാ ഞാൻ ചോദിച്ചിരുന്നുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, പ്രായത്തിലാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല സ്നേഹം ജീവിതം തന്നെ ഹബീബ് തങ്ങളോട് ഒരു ബർക്കത്തിൽ ഒരു സന്തോഷമുള്ള ഒരു കുരുത്തക്കേടും വിളിച്ചറിയില്ല. മറ്റേ നമ്മൾ ചെല്ലുമ്പോ മീൻപൊതി എത്തി വരുമ്പോ വായിൽ വന്ന് വാങ്ങാൻ ആള് വേണ്ടി ഈ കുരുപ്പള എവിടെ ഇതൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളെ എന്തില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവർ വല്ലാത്ത കുളിരേക്കാരം. ഒരു ദേഷ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഒരു സന്തോഷം. അതുകൊണ്ട് ശരിച്ചിട്ടാണ് കടന്നത്. അപ്പൊ മുത്തുനബി ഇങ്ങനെ സലാം അടക്കാൻ തങ്ങളെ ഒളിവിൽ 100 നമ്മളെ കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ മുത്തുനബിനെ നമുക്ക് കാണണം. കണ്ടേ അല്ലാഹ് നമുക്ക് കാണാൻ തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ സ്വർഗത്തേക്കാൾ ഏറ്റവും വലുത് മുത്തുനബിയാണ്. അത്ര പൗരുള്ള സംഗതി വേറെ ഇല്ലാന്നാണ്. റസൂലുള്ളാഹിന്റെ മധു എന്ന് പറഞ്ഞ് നമുക്ക് തീർക്കാൻ കഴിയൂല. മഹാന്മാരെന്നെ പറഞ്ഞ ബലഗൽ മുദ്ദഹു ഫീ സഫിഹി ഫമാ ബലഗ ബാലിഗുൻ മിശറമു തിബിമാ ഫിൽ ബലിബാൻ. എത്ര മുദ്ദായങ്ങളും മികച്ചു പാടിയാലും അത് 1% എന്താവൂല, പറഞ്ഞെത്തിക്കാൻ നമുക്ക് കഴിയൂല എന്നാണ്. അല്ലാഹു തആല മുത്തുനബിനെ മദീന ഇങ്ങനെ പറഞ്ഞിട്ട് ആ സ്നേഹം നമ്മളെ കൽബിൽ ഒന്ന് വർദ്ധിപ്പിച്ച് തരും. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക ആ സ്നേഹ ഹബീബ് റസൂലുള്ളാഹി. നമ്മളിങ്ങനെ കണ്ട് അതും കണ്ട് ഇതും കണ്ട് നോക്കി ഇതും നോക്കി അതിൻ്റെ അഭിപ്രായം പറയുന്നത് ഉള്ള ആയുസ് അങ്ങനെയാണ്. അതിന് ഈ അലാല മൊബൈലും പറയും ഒഴിഞ്ഞു കിടന്ന് കുട്ടികൾക്കൊക്കെ കിട്ടിയൊക്കെ ഉണ്ട്. ഓലിങ്ങനെ ഒത്തുപോയി കുത്തിങ്ങനെ കൂടിയിരുന്നിട്ട് ഇങ്ങനെ കാക്കടാണ് പരപ്പറ്റില്ല. ഒരു 2 ആക്കലുള്ളൂ. ആക്കരുതില്ല. ഫോൺ കിട്ടിയ കട്ടോണ്ട് ഉമ്മാരെ ഫോണാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ആരെടുത്തുണ്ടാവും, ചെറിയ ആരെടുത്തുണ്ടാവും ഉറപ്പാ. എന്നിട്ട് ഉമ്മ ഒരു അച്ഛൻ ഈ പാണ്ടാറപ്പായം പോയാണിട്ടിരിക്കുക.
എങ്ങനെ ഒരു സൈക്കിൾ നിങ്ങൾ ചെറിഞ്ഞു ചിരിച്ചു കൊടുക്കും. ഇതാണ് അവസ്ഥ. അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ അതിൻ്റെ ആൾക്കാരെ നമുക്ക് ഒരുപാട് വലിയ ഓത്തും ദിക്റും സ്വലാത്തൊന്നും ചൊല്ലിയില്ലെങ്കിലും തങ്ങളങ്ങനെ ഒപ്പം കൊണ്ടെടുക്കുക. രണ്ട് നമ്മുടെ ഉള്ളും പുറത്തൊക്കെ തങ്ങളായിട്ടുള്ള ആ മുനാജാത്ത് അഭിമുഖം എപ്പോഴും അതിനൊക്കെയുള്ള വചനങ്ങളും അതിൻ്റെ വേദികളും ഒക്കെ ചൊല്ലിയിട്ട് അങ്ങനെ നമ്മൾ മഹാന്മാർ പറയാം ഇങ്ങനെ ബന്ധപ്പെട്ട് പരിചയമുണ്ട്. അവരെ സ്ഥിതിയൊക്കെ നോക്കിയാൽ ഓൽക്ക് എപ്പോഴും തൊള്ളിയിൽ ഇതൊക്കെയാണ് ഈ കാര്യം. ഇങ്ങനത്തെ വരികളും ഇപ്പോൾ കൊണ്ടൂർ സ്ഥായി ഏറ്റവും കൂടുതൽ ചെല്ലിയ വരിയേതാ ഇപ്പൊ ഓക്കെ ഉസ്താദ് ഞാൻ ഒരു ഭ്രാന്ത് ഇത്തരത്തിലാ ഈ വലിപ്പമുള്ളൊരു കുട്ടി ഭ്രാന്ത് പിടിച്ച് മാനസിക രോഗം ഞാൻ ഓതുന്ന കാര്യത്താണ് ഉസ്താദിന്റെ. ഞാൻ കുട്ടിയുടെ ആപ്പാനെയും കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി. അപ്പൊ ഒരു ചികിത്സ പറഞ്ഞു തന്നു, അതിന്റെ ഇജാസത്തും തന്നു. ഇത് ഞങ്ങളെല്ലാവർക്കും ചെയ്തു കൊടുത്തോണ്ടിന്നും പറഞ്ഞു. അപ്പൊ കുട്ടിയുടെ ആ അസുഖം ഞമ്മക്കൊരു നിയമത്തായി, നമുക്കൊരു ഇജാസത്ത് കിട്ടിയതാണ്. ചെയ്തു കൊടുത്ത സുഖമായി. 2-3 മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു ആ കുട്ടിക്ക് അസുഖം. പാപ്പ വീണ്ടും വന്ന് കയറി വീണ്ടും കൊണ്ടുപോയി. അപ്പൊ ചികിത്സ ഒരു കടുപ്പുള്ള ചികിത്സ പറഞ്ഞു, ശക്തമായ ചികിത്സ പറഞ്ഞു. അതിന്റെ ഇജാസത്തും തന്നു. നിങ്ങൾ ഇനി മറക്കണ്ട, ഞങ്ങള് ചെയ്തു കൊടുത്തോണ്ടിന്ന് അറിഞ്ഞു. അയച്ചിട്ട് നിങ്ങളാരും നമ്മുടെ അടുത്ത് കയറി വരല്ലേ? അല്ലെങ്കിൽ നേരല്ല, അതിനൊന്നും നേരം ഞാത്തിറക്കാണ്. ഇന്നിപ്പോ നമ്മൾ താങ്കൾ വരണമെന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് വന്നു. എന്റെ മോളോടെ മുഴുവൻ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് നീച്ചു വന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആ ചികിത്സയും ചെയ്ത് ഒരു 6 മാസം മാറി നിന്ന് വീണ്ടും അസുഖം കുട്ടിക്ക് വന്നപ്പോ പാപ്പി ഉമ്മയും കൂടി വന്നു ഞാൻ കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ ചെന്നപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മൾ കയറി ചെല്ലുമ്പോ അവിടെ കയറിയേക്കാനെ ആ നമുക്ക് നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂലല്ലേ ആ നമുക്കാരനെ കുട്ടീന്റെ മേത്തുള്ള ശൈത്താനെ കുറിച്ചാ പറയുന്നുണ്ട്. എന്നാ ഞാൻ റസൂലുള്ളാഹിനോട് ഒന്നാണ് പറയട്ടെ, എന്റെ അനുഭവം ഞാൻ റസൂലുള്ളാഹിനോട് ഒന്നാണ് പറയട്ടെ. നേരെ വന്ന് ഒന്ന് പഴയ കൊലൈമയുടെ അവത്തേക്ക് കടന്ന് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് നോക്കുകയാണ്. ആണ്ട് പോയ ഉസ്താദ് ഇങ്ങോട്ട് വന്നു കണ്ട് പറഞ്ഞു, അത് മാറിയിരിക്കണം, നിങ്ങൾ പോയിക്കോളി. ചികിത്സ അത് മാറിയിരിക്കണം. അന്ന് ആ പറഞ്ഞത് അന്ന് വരാൻ രോഗമുണ്ട്. ഇപ്പൊ പെണ്ണെട്ടി വന്ന കുട്ടികൾ മക്കളുണ്ട്. എത്ര പേർ തങ്ങളായിട്ടുള്ള കണക്ഷൻ, മുത്തുനബിയുള്ള കണക്ഷൻ. കാര്യമായ 2 ചികിത്സ ചെയ്ത് തൽക്കാലം മാറി നിന്ന് വീണ്ടും വന്ന രോഗം ഒറ്റ വാക്ക ഞാൻ റസൂലുള്ളാഹിനോട് പറയട്ടെ, ഗൗരവത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തൊരു ശൈത്താനുണ്ട്. അവിടെ പോയി കാണാൻ ഒത്തുകണ്ട് പോയി കണി. ഞാൻ കുറെ നോക്കി എങ്ങനെ കാണേണ്ടത് പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. അങ്ങോട്ട് പോയി കാണും, ഇങ്ങോട്ട് വന്നു. അത് മാറി പോയിക്കോളി. അന്ന് ആ പറഞ്ഞതാ. എത്ര വലിയ ബന്ധം. അല്ലാഹുവേ ഞങ്ങൾക്ക് അവിടുത്തെ ബർക്കത്തുണ്ട്. അങ്ങനത്തെയുള്ള ബന്ധങ്ങൾ നൽകണം അല്ലാഹ്. അതുപോലെ ഈ റഹ്മാനൊക്കെ മുത്തുനബിന്റെ കുടുംബമാണ്. അവരൊക്കെ സ്നേഹിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തുനബിനായിട്ട് ഞാൻ ബന്ധം തരണം അല്ലാഹ്, കണക്ഷൻ നൽകണം അല്ലാഹ്. മുത്തുനബി എന്നത് ചർച്ച ചെയ്താൽ തീരാത്ത ഒരു ബഹറാണ്. ഞാനിങ്ങനെ അവിടെ കുറച്ച് പദങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹിക്കുക. ഹബീബ് റസൂലുള്ളാഹി എല്ലാം നിങ്ങൾ ഓടുന്നത്, നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ഈ യൂണിഫോം ധരിച്ചത്, ഇതൊക്കെ ആർക്ക് വേണ്ടി? അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും വേണ്ടി ആവരുത്. അതിനാണ് ഈ ഖിലാസ് എന്ന് പറയാ. കേട്ടില്ലേ? നമ്മൾ ഈ മുസ്ലിം ആയി തൊപ്പിട്ടത്, ഈ തുണി എടുത്തത്, ഈ പള്ളിയിൽ ഇരിക്കുന്നത്, സ്ത്രീകളൊക്കെ ഈ പുറത്തിടുന്നത്, മുഖംമൂടി കയ്യോറിടുന്നത്, കാലോറിടുന്നത് മുത്തുനബിക്ക് വേണ്ടി. അത് മനസ്സിലില്ലാത്തവർക്ക് അത് ഇടാൻ കഴിയൂല. അതിങ്ങനെ ഒരു കഴിച്ചിട്ട് നടക്കും.
ഓർക്ക് ഒരു മടി ഉണ്ടാവില്ല. മുത്തനബിനായിട്ട് മനസ്സിൽ കണക്ഷൻ ഉള്ളവർക്ക് ആ മുഖവും കൈയൊന്നും തുറന്നിട്ട് നടക്കാൻ കഴിയൂല. സ്നേഹം വരായിട്ടാണ്. അല്ലാഹു ഞങ്ങളെ സഹോദരിമാർക്കൊക്കെ, ഞങ്ങൾ സഹോദരങ്ങൾക്കും ഞങ്ങൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ അളവറ്റ സ്നേഹിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. ഞാൻ നീട്ടണില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ബർക്കത്ത് ചൊരിഞ്ഞ് ഞങ്ങൾ ബാബാക്ക് വേണ്ടി നേർന്നേരും. ഞാൻ നിർത്തുകയാണ്. റഹ്മാനായ റബ്ബ് ഈ മജ്ലിസ് അല്ലാഹു മുത്തുനബിയുടെ മഹബത്തിന്റെ മജ്ലിസ് അല്ലാഹു ആക്കി തീർക്കട്ടെ, ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊക്കെ അങ്ങോട്ടൊക്കെ ദ്വാരക്കണം. പരസ്പരം കടമപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടണം. മുഅ്മിനീങ്ങളെ ദ്വാരന്റെ മറ്റു മുഅ്മിനീങ്ങൾ രക്ഷപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങളോട് വെറുപ്പേറ്റ് നടക്കരുത്. അപ്പൊ മുഅ്മിനീങ്ങളോട് വെറുപ്പ് വെച്ചാൽ അവർക്ക് നമ്മളോടും അങ്ങനെ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് വരരുത്. അതിനാണ് നമ്മളൊക്കെ വളരെ സ്നേഹത്തിലും കൃപയിലും കഴിഞ്ഞുകൂടണം. അൽഹംദുലില്ലാഹ് ഇവിടെ പള്ളിപ്പണിയൊക്കെ നടക്കുന്നുണ്ട്. സഹായിക്കുന്ന ആളുകളൊക്കെ അള്ളാഹു സഹായിക്കട്ടെ. ഒരിക്കൽ നമ്മുടെ അത്യാവശ്യം കയറിയപ്പോൾ കുറേ ഉസ്താദ് മുതലിച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെ നല്ല ദിവസമൊക്കെ ഉണ്ട്. ഈ പള്ളി കഴിഞ്ഞിട്ടില്ലേ, പണി കഴിഞ്ഞിട്ട് നമുക്ക് ദിവസം തുടങ്ങണം. അപ്പോൾ അവിടെ ഉസ്താദിന്റെ പരിപാടി അടുത്ത 14-ാം തീയതി പരിപാടിക്കൊക്കെ വിളിച്ചിരുന്നു. 14-ാം തീയതി അല്ലേ വിളിച്ചത്? ഇന്ന് 14-ാം തീയതി ഞാൻ ഇവിടെ ഉണ്ടാവൂല, ഞാൻ ഗൾഫിലായിരിക്കും. ഞാൻ മറ്റന്നാൾ പോവുകയാണ്. അപ്പൊ അല്ലാഹു ഈ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ യാത്രയൊക്കെ അല്ലാഹു സന്തോഷമാക്കി തരട്ടെ, റാഹത്തിലാക്കി തരട്ടെ. ജാമിഅ നുസ്രത്തി എന്ന സ്ഥാപനം ഇണ്ടത്താണിയിൽ ശൈഖുന ഓക്കെ ഉസ്താദ് അവിടുത്തെ ഇസ്തിഖാറത്തിൽ നിന്ന് ഉടലെടുത്തുണ്ടായ സ്ഥാപനമാണ്, അവിടുത്തെ സ്ഥാപനമാണ്. ഞാനൊരു നാട്ടിൽ 10 കൊല്ലം ദർസ് നടത്തിയ ആളാണ്. എനിക്ക് അവിടെ പോരേണ്ട ഒരു കാരണമില്ല. ഇന്നും ഞാൻ അവിടുത്തെ മുദരീസിന്റെ സ്റ്റേജിലാണ് ഇന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിരുന്നു. ഇപ്പോഴും ആ ജനങ്ങളായിട്ട് സംസാരിക്കാൻ അവിടെ പോന്നിട്ട് 25 കൊല്ലം. ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരു ബന്ധം? ഇപ്പോഴും ആ ജനങ്ങൾ നമ്മളെ വിളിച്ചില്ല, നമുക്ക് വിളിച്ചില്ല, നമ്മളോട് ബന്ധപ്പെടും. അപ്പൊ എന്താ, ഞാൻ എൻ്റെ ഉസ്താദ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ ആളെന്നെയാണെന്ന് പറഞ്ഞു കണ്ട അന്ന് ഞാൻ പോന്നകൊണ്ട് നിങ്ങൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ വരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല സമ്മതം വാങ്ങിയിട്ടാണ് കോളേജിൽ നിന്നത്. അൽഹംദുലില്ലാഹ് 25 വർഷം തികഞ്ഞു. സന്തോഷത്തിലാണ്. അത് ഈ വരുന്ന ഫെബ്രുവരി മാസം എന്റെ ഉസ്താദ് ഡേറ്റ് തന്നു. ഉസ്താദ് പറഞ്ഞത് എന്നെ നിന്റെ ഉസ്താദിന്റെ ഷെയ്ഖുനാന്റെ കോളേജാണ്, ഇതിൽ എനിക്ക് പങ്കെടുക്കണം. അതിന് ഞാൻ ഇവിടെ ഉണ്ടാകുന്ന സമയമാണ്, ഖത്മുൽ ബുഖാരിന്റെ സമയമാണ്, അടുത്ത ഫെബ്രുവരി എന്ന് പറഞ്ഞ ഉസ്താദ് ഡേറ്റ് തന്നതാണ്. അതാണ് ആ ഡേറ്റ്. അത്രയാണ് നീണ്ടത്, ഫെബ്രുവരി. മനസ്സിലായ? അന്ന് റജബ് മാസം ഷഅബാന്റെ തുടക്കത്തിലാണ്. അപ്പൊ നിങ്ങളൊക്കെ മഹബത്തുള്ള മഹബത്തിന്റെ ആള് ബന്ധമുള്ള നമ്മളെ മുന്നിൽ ആ മഹത്തായ പരിപാടി ഫെബ്രുവരി 6, 7, 8, 9 തങ്ങൾ അത് ഫത്ഹായി കിട്ടാൻ ഒരുപാട് പദ്ധതികൾ പള്ളിയിൽ വീട്ടിലാക്കണം, ക്ലാസ് റൂമുകൾ കെട്ടണം, ബാത്റൂമുകൾ വരണം, ഒക്കെ പുതിയ പദ്ധതിയിൽപ്പെട്ടതാണ്. അതിന്റെ എല്ലാ അസ്ബാബും അല്ലാഹ് നമുക്ക് തുറന്നു തരട്ടെ, അല്ലാഹ് നമുക്ക് തുറന്നു തരട്ടെ. ഒക്കെ അല്ലാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരും അടുത്ത ഫെബ്രുവരി 6, 7, 8, 9 തീയതിയിൽ ഒരു പരിപാടി കേട്ടില്ല. ഒക്കെ നടത്താൻ അവസരത്തിൽ എന്ത് ചെയ്യണം, പരിപാടികളിൽ വരണം. ആ ദ്വായിലൊക്കെ നിങ്ങൾ വേറെ റഹ്മാനായ റബ്ബ് നമ്മളെല്ലാ പദ്ധതികളും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ, കൃപയിലും സ്നേഹത്തിലും അല്ലാഹു ആക്കി തരുമാറാകട്ടെ. നമ്മളെ താല്പര്യം സൽക്കർമ്മ ചെയ്ത് നല്ല വാക്കും പ്രവൃത്തി നടത്തിയിട്ട് താല്പര്യം കൂടി വന്ന് അത് മവദ്ദത്തും മഹബത്തും പിന്നെ ഇഷ്കും പിന്നെ ജദുബും എന്തൊക്കെ അല്ലാഹു തൃപ്തിപ്പെട്ട ഹാലിലും അവസ്ഥയിലൊക്കെ അല്ലാഹു നമ്മളെ ഉയർത്തി തരട്ടെ, അല്ലാഹു നമ്മളെ ആക്കി തരുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, മരിച്ചോലെ ഖബറുകളെല്ലാം സ്വർഗമാക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ, സന്തോഷമാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദുആകളൊക്കെ നടക്കും. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാ വിഷയത്തിലും അല്ലാഹു സന്തോഷവും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ ദ്വാരക്കണം വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.